നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. ഇംപ്രൂവ്മെന്റിന്റെ ഡേറ്റ് ഏകദേശം അനൗൺസ് ചെയ്തതിന് തുല്യമായി വരുന്നു. ഒരു നല്ല ന്യൂസാണ്, ഹോട്ട് ന്യൂസാണ്. ഇതിനെക്കുറിച്ച് പറയാം. നമ്മുടെ പഠിത്തത്തെക്കുറിച്ചൊന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന്, കാരണം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഒരു 50 മിനിറ്റ് ക്ലാസ് എടുക്കുന്നെങ്കിൽ 5 മിനിറ്റ് കാര്യങ്ങളോടൊന്ന് കേട്ട് വരണം. ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇപ്പം ഈ ഇരുന്ന് കാണുന്ന എല്ലാ കുട്ടികളോടും ഞാൻ +1 ഇംപ്രൂവ്മെൻറ്റ് ഫുള്ള് നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ തിരിച്ചൊരു ഹെൽപ്പ് എനിക്ക് ചെയ്ത് തരണം. എന്നാൽ എന്താണ് ഗിരീഷ് സാർ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു ഹെൽപ്പായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ +1 റെഗുലർ ക്ലാസ് ഉണ്ട്. +1 റെഗുലർ ക്ലാസ് ഞാൻ പബ്ലിക് ആയിട്ടുണ്ട്. 10th CBSE 10th സ്റ്റേറ്റും ഉണ്ട്. അന്നേരം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ, ഇപ്പം കേരളത്തിനകത്താണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും സിലബസിൽ ചേഞ്ച് ഒന്നും ഇല്ല. അന്നേരം എല്ലാം +1 റെഗുലർ, 10th CBSE 10th സ്റ്റേറ്റ്, ഇത് നിങ്ങൾ മാക്സിമം അതിൻ്റെ ലിങ്ക് ഒന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാക്സിമം ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും എല്ലാ കുട്ടികളും നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാ കുട്ടികൾക്കും അത് 100% പ്രയോജനപ്പെടും എന്നുള്ള സംശയമില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചെങ്കിൽ സാറേ +2 ഇത്രയും ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എടുത്ത് പോകുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം, ഡിഗ്രിയുടെ ക്ലാസ് ഉൾപ്പെടെ. നല്ല ഒരു ടൈറ്റ് ഇതാണ്. ഇതിന് നിങ്ങൾ 100% ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യണം. ഉറപ്പായിട്ടും ഞാൻ ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ട് ചോദിക്കുന്ന ഹെൽപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും എല്ലാ ജില്ലകളിലെയുള്ള കുട്ടികളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും കുട്ടികളുണ്ട്. അന്നേരം ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സഹായം, ഈ ഒരു ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ +1 കുട്ടികൾക്കാണെങ്കിൽ +1 കുട്ടികൾക്ക് റെഗുലർ ക്ലാസ് ഉണ്ട്. 10th ക്ലാസ് സ്റ്റേറ്റ് CBSE അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക മാക്സിമം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പക്ഷേ ചിലവും ഓടിച്ചിട്ട് കേൾക്കുന്നതിൻ്റെ ഇതായിരിക്കാം. മാക്സിമം എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ നിങ്ങൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനെയും അമ്മയും എല്ലാവരെയും കൊണ്ടും, വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടും, എല്ലാവരെയും മൊബൈലുള്ളവരെയും എല്ലാവരെയും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയും, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നവർക്ക് ഒരു ഗീവ് അവേ എന്ന് പറയുന്ന പരിപാടിയിലൊക്കെ നമുക്ക് ഒരു ദിവസം ഒരു കൂടുതൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ തരാം. അത് ഉറപ്പാണ്. അന്നേരം ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. അന്നേരം ഇത്രയും കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം ഓർത്തിരിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, +1 ഇംപ്രൂവ്മെന്റ് ഡേറ്റ് ഏകദേശം ഒക്കെ ആയെന്ന് വെച്ചാൽ ഒരു ഉദ്ദേശം ഞാൻ ഏകദേശം പറയാം, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നിങ്ങളുടെ +1 +2 സേഡ് എക്സാം കഴിഞ്ഞു ഓൾറെഡി. അവരുടെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു ഒക്ടോബർ ആദ്യം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് വാല്യുവേഷൻ അങ്ങ് ഒരുപാടൊന്നും നീളത്തില്ല. ഒരാഴ്ചക്കുള്ളിൽ വാല്യുവേഷൻ കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ അനൗൺസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡേറ്റ് ആയിരിക്കും, നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റ് ഡേറ്റ് ആയിരിക്കും. അന്നേരം ഡേറ്റ് അനൗൺസ് ചെയ്താൽ ഒരു 10 ദിവസമൊക്കെ മാക്സിമം, 10 ദിവസമൊക്കെ 10-14 ദിവസമൊക്കെ 2 ആഴ്ചക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റുകൾ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒക്ടോബർ ലാസ്റ്റ് വീക്കിലേക്ക് എൻ്റെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് അറിയില്ല, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് വീക്കിലേക്ക് നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം കാണും. അന്നേരം 1 മാസേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയും, ഒറ്റ മാസം. അന്നേരം ഞാൻ 9ാമത്തെ ചാപ്റ്റർ തീർത്ത് 10ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് 2 യൂണിറ്റ് കൂടെ ഉള്ളൂ. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സും ക്വസ്റ്റ്യൻ പേപ്പറും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ ചെയ്തു തരാം. പക്ഷേ ഇനി മുതൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം, വളരെ സീരിയസ്. ഇപ്പം മുതൽ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ പോലും ഇപ്പം മുതൽ കയറി ആദ്യത്തെ യൂണിറ്റ് മുതൽ 20 വോളിയം ഞാൻ കൃത്യമായിട്ട് 20 വോളിയം ഇട്ടിട്ടുണ്ട്. 20 വോളിയം നിങ്ങൾ കൃത്യമായിട്ട് കാണണം. പ്രത്യേകിച്ച് ലാസ്റ്റത്തെ വോളിയം എല്ലാം, ലോസ് ഓഫ് മോഷന്റെ ആദ്യത്തെ വോളിയം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽ ഉണ്ട്. ലോസ് ഓഫ് മോഷന്റെ ആദ്യത്തെ വോളിയം പാർട്ട് 1, ലോസ് ഓഫ് മോഷൻ തന്നെ പാർട്ട് 2. ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. ലോസ് ഓഫ് മോഷന്റെ പാർട്ട് 3
ഇത്രയും നിങ്ങൾ വോളിയൂംസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. നേരത്തെയുള്ള വോളിയൂംസും കാണാത്തവരെല്ലാം കണ്ടുപോകണം. ഓരോരുത്തരും ഓരോ ദിവസം വിളിക്കുമ്പോഴും സാറേ ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ, ആദ്യത്തെ വോളിയം കണ്ടുള്ളൂ, രണ്ടാമത്തെ വോളിയേ ഉള്ളൂ. സമയം നമുക്കൊപ്പം സഞ്ചരിക്കുമോ? ഇല്ല. സമയം സഞ്ചരിക്കും. നമ്മൾ സമയത്തിനോടൊപ്പം ഓടിക്കണം. ഓടി 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 നല്ല അടിപൊളിയായിട്ട് പഠിക്കാനുള്ളൊരു ഇത് വേണം. നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഞാൻ പറയല്ലേ, ഉറപ്പായിട്ട് നിങ്ങൾ ഈ കേൾക്കുന്ന കുട്ടികൾ നന്നായിട്ട് നിങ്ങൾ ഒന്ന് ഫ്യൂച്ചറിലേക്ക് ഒന്ന് ഇതാക്കില്ല, നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് മേടിക്കണം എന്നുള്ള ഉറപ്പിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കും. അന്നേരോ ഇതുപോലെ ഞാനൊരു ക്ലാസ്സിന് മുമ്പ് വന്നിട്ട് നിങ്ങളുടെ എല്ലാം പേരുകൾ വരെ ഞാൻ എടുത്ത് പറയും ഉറപ്പായിട്ടും. അതിനുവേണ്ടി എത്ര മണിക്കൂർ ഇതാക്കിയാലും നല്ല ഇമ്പ്രൂവ്മെന്റ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എല്ലാം പേരുകളും എല്ലാം ഉറപ്പായിട്ട് ഞാൻ പബ്ലിക്കിന് മുമ്പിൽ ഉറപ്പായിട്ടും പറയും. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അന്നേരം +1 ഇമ്പ്രൂവ്മെന്റ് അടുത്തു എന്ന് നിങ്ങൾ പുറകെ നിങ്ങളുടെ വരുന്നുണ്ട്, പിടിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെ വളരെ സൂക്ഷിക്കുക. നന്നായിട്ട് പഠിച്ചാൽ ഒരു ടെൻഷൻ വേണ്ട, നല്ല സൂപ്പർ നിങ്ങൾക്ക് ഫിസിക്സിന് സ്കോർ ചെയ്യും. ഓക്കെ, പിന്നെ +2 കാര്യങ്ങളെല്ലാം +2 നന്നായിട്ട് പഠിക്കണം. ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് +2. അന്നേരം നന്നായിട്ട് പഠിക്കുക, +2 നല്ലപോലെ പഠിക്കുക, നല്ല റെഗുലറായിട്ട് നല്ല ബേസ് ചെയ്ത് +2 പഠിക്കുക. അതിനൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ടഫായിട്ടുള്ള പോർഷൻ ആണെങ്കിൽ പോലും പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയും പറയാനുള്ളത് വേറെ ഒന്നുമില്ല. നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ അടുത്തടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഓർബിറ്റൽ വെലോസിറ്റി അങ്ങനെയുള്ള പോർഷൻസിലേക്കൊക്കെ കയറുകയാണ്. അന്നേരം നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. പ്രിപ്പയർ ചെയ്യുക. നല്ല നല്ല പ്രിപ്പറേഷൻ ആകുക. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ, വേറെ ഒരു ചെറിയ ചെറിയ വാക്കുകളൊന്നുമില്ല. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. സബ്സ്ക്രിപ്ഷൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഓക്കെ, അന്നേരം ഏതാണ്ടൊക്കെ കാടുകയൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന വളരെ 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 സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ എനിക്ക് പറയും ഇന്ന് തീർന്നേക്കാം, എടുത്ത് നോക്കാം, മാക്സിമം തീർന്നേക്കാം നല്ല പോർഷൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്, ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ ഓർബിറ്റൽ വെലോസിറ്റി, മറ്റൊരു പേര് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. അന്നേരം വിച്ച് വെലോസിറ്റി ഈസ് കോൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി? എന്തുത്തരം പറയണം? ഓർബിറ്റൽ വെലോസിറ്റി. വിച്ച് വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി? അടുത്ത ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എസ്കേപ്പ് വെലോസിറ്റി. അന്നേരം ഇപ്പം നിങ്ങൾ ഒരെണ്ണത്തിലങ്ങ് പിടിച്ചിരിക്കുക. വിച്ച് വെലോസിറ്റി ഈസ് കോൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി? ഏതാണ്? ഓർബിറ്റൽ വെലോസിറ്റി. അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റിക്ക് പറയുന്ന മറ്റൊരു വാക്ക് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. നല്ല ആസ്വദിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഞാൻ ആദ്യം സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഈ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി, എന്ത് ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് മീൻ ഓർബിറ്റ്? ഇപ്പം നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ, ഇപ്പം ഞാനിപ്പം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകണമെങ്കിൽ ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു റോഡ് വേണം, അല്ലേ? എനിക്ക് നടന്നു പോകണം, നമുക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ. സാറ്റലൈറ്റിനോ പ്ലാനറ്റിനോ ഒക്കെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ആ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ടൈമാണ്. പ്ലാനറ്റിനോ സാറ്റലൈറ്റിനോ ഒക്കെ സഞ്ചരിക്കാനുള്ള പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. അന്നേരം വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിലൂടെ സഞ്ചരിക്കാൻ സമയത്തും വെലോസിറ്റി വേണം. ആ ഒരു മിനിമം വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിലൂടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ട മിനിമം വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ നടന്നു പോകുമ്പം നമ്മുടെ മണ്ടയ്ക്കോട്ട് തലയിലോട്ട് സ്റ്റാറോ പ്ലാനറ്റോ സാറ്റലൈറ്റോ ഒക്കെ വീഴുന്നുണ്ടോ? നമ്മുടെ മണ്ടയ്ക്ക് വീഴുമോ? ഇല്ല. കാരണം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനോടാണ്. കാരണം എന്താണ്? കാരണം ഒരു സ്റ്റാറോ നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്റ്റാറോ സാറ്റലൈറ്റോ പ്ലാനറ്റോ ഒന്നും വീഴാതിൻ്റെ കാരണം രണ്ട് തരം ഫോഴ്സ് അവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറങ്ങുമ്പം, ഇങ്ങനെ സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങി വരുമ്പം രണ്ട് തരം ഫോഴ്സ് അവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ചിലർ ഉത്തരം പറയുന്നുണ്ട്. ഏതൊക്കെ തരം ഫോഴ്സ് ആണ്? വളരെ ഇമ്പോർട്ടൻ്റ്. കറങ്ങണമെന്നുണ്ടെങ്കിൽ, ഈ സാറ്റലൈറ്റോ പ്ലാനറ്റോ ഇങ്ങനെ കറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. എന്ത് ഫോഴ്സ് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ഇനി താഴോട്ട് വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണം. ആ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ കാരണമാണ് താഴോട്ട് വീഴാത്തത്. അന്നേരം രണ്ട് ഫോഴ്സ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് ഇതൊന്നും താഴോട്ട് വീഴാത്തത്. അന്നേരം ഏതൊക്കെ ഫോഴ്സ്? അതിൽ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷനിലോട്ട് നമുക്ക് കയറാം.
ഏതൊക്കെ ഫോഴ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞ സെൻട്രിപിറ്റൽ ഫോഴ്സ്, കറങ്ങണമെന്നുണ്ടെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു. ഇക്വേഷൻ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. F=mv²/r, ഇക്വേഷൻ നമ്പർ 1. ഇനി താഴോട്ട് വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഫോഴ്സ് വേണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Gmm/r². ക്യാപിറ്റൽ ആർ എന്നും ക്യാപിറ്റൽ എം എന്നും പറയുന്നത് എന്തിനാണ്? ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ആണ്. ഇവിടെ സ്മോൾ ആർ എടുക്കുന്നത് സാറ്റലൈറ്റിന്റെ റേഡിയസ് എടുത്താൽ മതി. ഓക്കെ, അന്നേരം ഇത് ഇക്വേഷൻ നമ്പർ 2. നോക്കിയേ, സിമ്പിൾ ആയിട്ട് 1ഉം 2ഉം ഇക്വേഷൻ നമ്പർ സെയിം ആണ്, കാരണം ഇക്വേറ്റ് ചെയ്യാൻ, കാരണം ഒരു സൈഡ് എഫ് ആണ്. അതായത് ഇക്വേറ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേറ്റിംഗ് 1 and 2, equating 1 and 2, therefore mv²/r is equal to gmm/r². ഏതൊക്കെ? ഒരു കൊച്ചമ്മും ക്യാൻസൽ, ഒരാറും ഒരു r²ന്റെ ഒരാറും ക്യാൻസൽ. ബാക്കി രണ്ട് ഞാൻ ഇങ്ങോട്ടും എഴുതാം. v² is equal to gm/r. നമ്മൾ ഉത്തരത്തിലേക്ക് വന്നു. v is equal to √gm/r. ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റിക്കുള്ള മെയിൻ ഇക്വേഷൻ. v is equal to √gm/r. എളുപ്പമല്ലേ? നിങ്ങൾ എപ്പോഴും ഓർത്തോണം ഏതൊക്കെ തരം ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, ഏതൊക്കെ ഫോഴ്സ്? സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും. അത് അങ്ങോട്ട് എഴുതുക, ഇക്വേറ്റ് ചെയ്യുക, വിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി രണ്ട് ഇക്വേഷൻ കൂടെ അങ്ങ് പഠിക്കാം. കാരണം അറിയോ, ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ചിലപ്പം പ്രോബ്ലത്തിന് ന്യൂമറിക്കൽസ് ചോദിക്കാം. എളുപ്പത്തിൽ പഠിക്കാം. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇതിനകത്ത് കൊടുക്കുക. സ്മോൾ ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ആർ അല്ലേ? അതെങ്ങനെ വന്നാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം. ഇത് സാറ്റലൈറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് സാറ്റലൈറ്റ് ആണ്. ഇത് സാറ്റലൈറ്റ് ആണ്. ഇത് എർത്താണ്. എർത്തിൽ നിന്ന് എച്ച് ഹൈറ്റ് വന്നാലല്ലേ സാറ്റലൈറ്റിൽ എത്തത്തുള്ളൂ. ഇത് എർത്താണ്. എർത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ, അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതിന്റെ കൂട്ടത്തിൽ എച്ച് ഹൈറ്റ് എന്നാലേ ഇവിടെ സാറ്റലൈറ്റ് വരത്തുള്ളൂ. അന്നേരം സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് കൊടുക്കാമല്ലോ. ഒരു ഇക്വേഷൻ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് കൊടുക്കും. എങ്ങനെ ഒരു ഇക്വേഷൻ? gm/r+h. രണ്ടാമത്തെ ഇക്വേഷൻ ഇത് 1, ഇത് 2. നിങ്ങൾ ഓർബിറ്റൽ വെലോസിറ്റി മാത്രം ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 പറയുക. ഇത് ഞാൻ ന്യൂമറിക്കൽസിനോട് വേണ്ടി പറയുന്നതാണ് എക്സ്ട്രാ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ടങ്ങ് എഴുതാം. നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ പറഞ്ഞു. ബട്ട് g is equal to gm/r². അതിൽ നിന്ന് gm is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ r²g. ഈ ഇക്വേഷൻ അകത്തോട്ട് v is equal to √gm/r. നാളെ ഇക്വേഷൻ ഞാൻ ഒന്നും എഴുതിയേക്കാം. v is equal, കൺഫ്യൂഷൻ വേണ്ട, gm/ റൂട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കണം കേട്ടോ. ഫിസിക്കല്ലേ, ഗവൺമെന്റ് പേപ്പറാണ്. നല്ല വൃത്തിയായിട്ട് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ നല്ല വലിപ്പത്തിൽ തന്നെ എഴുതിക്കണം. നമുക്ക് പിശിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല കേട്ടോ. പിശിക്കൊന്നും എഴുതരുതേ. v is equal to √gm/r+h. അതിൽ നിന്ന് gm-ന് പകരം r²g, gm-ന് ഒരു r²g കൊടുക്കുക. v is equal to √r²g/r+h. എന്തൊരു സിമ്പിൾ ആയിട്ട് പഠിക്കുക. നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ തന്നെ പറ. ഇക്വേഷൻ നമ്പർ 1 മനസ്സിലായില്ലേ? ഇക്വേഷൻ നമ്പർ 2 മനസ്സിലായില്ലേ? ഇക്വേഷൻ നമ്പർ 3 മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് ക്ലീൻ ആയി. ഇനി എന്തുകൊണ്ടാണ് ഓർബിറ്റൽ വെലോസിറ്റിയെ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നതെന്നും അതിന്റെ വാല്യൂ എന്തുവാണെന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ. അടുത്തോട്ട് പോകാം. അതുപോലെ നമ്മൾ ഇപ്പം പഠിച്ചു നിർത്തിയത് എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റിയുടെ എന്താണെന്ന് പറഞ്ഞു, രണ്ടുതരം ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് വെച്ച് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. 3 വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. അതിനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ ഓർബിറ്റൽ വെലോസിറ്റി ഡെറിവേഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി. പക്ഷെ മറ്റേ രണ്ടും നമുക്ക് വളരെ ആവശ്യമാണ്. മൂന്നാമത് ഇക്വേഷൻ വെച്ച് നമുക്ക് ഇവിടെ ഹെഡിങ് എഴുതിക്കുന്നത് എന്താണ്? മിനിമം ഓർബിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. എന്താണ് മിനിമം ഓർബിറ്റ് അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി? ഓക്കെ, നോക്കാം. v is equal to മൂന്നാമത്തെ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഇക്വേഷൻ ആണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. √r²g/r+h. r²g/r+h. h എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എർത്തിനും സാറ്റലൈറ്റിനും ഇടയിലുള്ള ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് നിങ്ങൾ വളരെ വളരെ നെഗ്ലിജിബിൾ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്തേ. വളരെ നെഗ്ലിജിബിൾ ആണ്. നെഗ്ലിജിബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ h അങ്ങ് 0 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ h-ന് നമ്മൾ 0 എന്ന് കൊടുക്കുന്നു.
V is equal to root of r square g by കൊച്ചുപിള്ളാർ റൂട്ട് r plus 0. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കരുത്, യഥാർത്ഥത്തിൽ കൊച്ചുപിള്ളാരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത് കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവണം. r square g by r plus 0 അല്ലേ? അന്നേരം V is equal to root of r square g by r plus 0 എന്ന് പറഞ്ഞാൽ r, ഒരു r ഒരു r ഉള്ള കിട്ടിപ്പോയില്ലേ, അതാണ്ട് കിട്ടി. V is equal to root of rg. V is equal to root of rg. ഇതാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. V is equal to root of rg. നിങ്ങൾ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എസ്കേ വെലോസിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ നല്ല ഗംഭീരമായിട്ട് പഠിക്കും. V is equal to root of 2rg എന്ന് വരും, എസ്കേ വെലോസിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ V is equal to root of rg. r എന്താണ്? ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് ദി എർത്ത്. ചുമ്മാ ഒരു ഇതല്ല, എപ്പോഴും ഓർക്കണം ഗ്രാവിറ്റേഷനിൽ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയാം, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അന്നേരം r വാല്യൂ പരീക്ഷയ്ക്ക് തന്നില്ലെങ്കിലും ഓർത്തിരിക്കുക, 6.4 × 10⁻⁶ മീറ്റർ. ഇതിനെ കിലോമീറ്ററിലൊക്കെ ആക്കി നമുക്ക് എഴുതാം, ഒരെണ്ണമെങ്കിലും ഓർത്തിരിക്കണം. r is 6.4 × 10⁻⁶ മീറ്റർ, g എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, v is root of, കണ്ടോ, root of r ന് പകരം 6.4 × 10⁻⁶ ഇൻറ്റു g ക്ക് പകരം 9.8. v is equal to കാൽക്കുലേറ്ററിലൊക്കെ ചെയ്ത് നോക്കണം, അതെല്ലാം റൂട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ 7920 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് അതിനെ കിലോമീറ്റർ പെർ സെക്കൻഡ് ആക്കാം, അങ്ങനെയും ചെയ്യാം. നമ്മൾ ഡിവൈഡ് ബൈ 1000 കിലോമീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ 1 2 3 സാധനം മാറ്റി ഒരു കുത്തിട്ടു 7.920 കിലോമീറ്റർ പെർ സെക്കൻഡ് കഴിഞ്ഞു. അത് നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഓർബിറ്റൽ വെലോസിറ്റി പഠിക്കും, പക്ഷേ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി, അതായത് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ മിനിമം ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിൾ ആയിട്ടുള്ള, ഏതൊക്കെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള, അതായത് സാറ്റലൈറ്റും എർത്തും തമ്മിലുള്ള ഹൈറ്റ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ആ ഓർബിറ്റിനെ പറയുന്ന പേരാണ് മിനിമം ഓർബിറ്റ്. ആ മിനിമം ഓർബിറ്റിൽ കിട്ടുന്ന വെലോസിറ്റി പറയുന്ന പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. അതിന്റെ വാല്യൂ ഉൾപ്പെടെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക, നോട്ട്സിനകത്തെല്ലാം ക്ലിയർ കട്ടായിട്ട് കേട്ടോ. ഇനി നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. 3 മാർക്കിന് ഒരുപാട് വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, പൊക്കോട്ടെ, പറഞ്ഞില്ലല്ലോ, അടുത്തതിലോട്ട് നമുക്ക് കയറാം. എനർജി. ഓക്കെ, അടുത്ത വളരെ വളരെ ശ്രദ്ധിക്കപ്പെടാത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഡിനോമിനേറ്റർ ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. പലരും ശ്രദ്ധിക്കത്തില്ല, ചിലർ ശ്രദ്ധിക്കുന്ന ഒരു ഡെറിവേഷൻ ഭയങ്കര പാടാണ്. ഈ ബോർഡിൽ എഴുതിയേക്കുന്നതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എഴുതി അങ്ങ് പഠിച്ചേക്കാം. ഇപ്പം തന്നെ ഇന്ന് തന്നെ എഴുതി ക്ലിയർ ആക്കിയേക്കാം. ഓക്കെ, അന്നേരം എന്താണ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്? അതിന് ഡെഫിനിഷൻ കൊടുക്കണം. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദി സാറ്റലൈറ്റ് ടു റിവോൾവ് വൺസ് അറൗണ്ട് ദി എർത്ത്. എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ്. ഡിനോട്ട് ചെയ്യാൻ ലെറ്റർ എപ്പോഴും ടൈം പീരീഡ് ഡിനോട്ട് ലെറ്റർ ക്യാപിറ്റൽ ടി. ടൈം ആണ് സ്മോൾ ടി, ടൈം പീരീഡ് എപ്പോഴും ക്യാപിറ്റൽ ടി ആണ്. എത്ര മാർക്ക് വെച്ചാണ്? 3 മാർക്ക്. ഇനി നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞ് ഡെറിവേഷനിലോട്ട് പോകാം. ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് അറിയോ, ഇതും ആർക്കും മനസ്സിലാകണം. വേണമെങ്കിൽ ഇവിടെ വെച്ച് എനിക്ക് തുടങ്ങാം, ഇവിടെ വെച്ചൊക്കെ തുടങ്ങി നിർത്താം, പക്ഷെ അങ്ങനല്ല, നല്ല വൃത്തിയായിട്ട് നോക്കിയേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, എല്ലാവർക്കും അറിയാവുന്ന ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇക്വേഷൻ കൊടുക്കുകയാണ്, v വെലോസിറ്റിക്ക് പകരം v, ഡിസ്പ്ലേസ്മെന്റ് പകരം s, ടൈമിന് പകരം സ്മോൾ ടി. നമുക്കിവിടെ വേണ്ടത് ടൈം പീരീഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി ആക്കി. അടുത്ത ഇക്വേഷൻ ഒറ്റ വ്യത്യാസമുള്ളൂ, v is equal to s by capital T. നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കണമെന്ന് വിചാരിച്ചാണ് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. s is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് v into t, അതിൽ നിന്ന് t is equal to s by v. ചിലപ്പോൾ ഇവിടെ കാണാൻ തെറ്റുമെന്ന് വിചാരിച്ചത് സ്റ്റെപ്പ് എല്ലാം എഴുതിയത്. വേണമെങ്കിൽ ഈ സ്റ്റെപ്പിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വരാം. ഈ സ്റ്റെപ്പിലോട്ട് t is equal to s by v. s എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഇനി s ന് പകരം ഇവിടെ എന്തുകൊണ്ടാണ് 2πr എടുത്തത്? കാരണം ഇതൊരു കംപ്ലീറ്റ് റെവല്യൂഷനാണ്.
എന്നൊരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് എടുക്കാമല്ലോ. സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണ്? 2πr. അന്നേരം അത്രയും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു റെവല്യൂഷന് തുല്യമാണ്. അത് സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് എടുക്കുക. AC/s വരെ നമുക്ക് 2πr കൊടുക്കണം. വിക്ക് വരെ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ, മെയിൻ ഇക്വേഷൻ v √gm/r. ഇത് രണ്ടെണ്ണം ആശന്മാരുടെ കിടപ്പുണ്ടല്ലോ, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എന്നിട്ട് നമ്മൾ പടാൻ നോക്കി v t s/v. t s പകരം 2πr ബൈ റൂട്ട് ഓഫ് വിക്ക് പകരം √gm/r. ഇവിടെ വരെ ക്ലിയർ ആണ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ സർജിക്കൽ ഓപ്പറേഷൻ ആണ്. t 2π ഇൻറ്റു, ഞാൻ ഈ ആറിന് പകരം √r² കൊടുത്തു. അതിന് അങ്ങനെ കൊടുത്തേ. കാരണം നിങ്ങൾ നോക്കി, √a² എന്ന് പറഞ്ഞാൽ a അല്ലേ, എന്ന് പറഞ്ഞാൽ എക്ക് പകരം എനിക്ക് √a² എന്ന് കൊടുക്കാം. √b² എന്ന് പറഞ്ഞാൽ b അല്ലേ, എന്ന് പറഞ്ഞാൽ bക്ക് പകരം √b² എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആറിന് പകരം √r² കൊടുക്കാമല്ലോ. ചുമ്മാ കൊടുക്കാന്നല്ല, ശ്രദ്ധിച്ചോണം. അന്നേരം എങ്ങനെ കൊടുത്തെന്ന് മനസ്സിലായി. ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? √r². √r² എന്ന് പറഞ്ഞാൽ ആൻസർ 6 ആണ്. അന്നേരം 2π × √r² ബൈ √gm/r. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മാത്സിൽ, √a/b എന്ന് പറഞ്ഞാൽ √a/√b അല്ലേ. √a/b എന്ന് പറഞ്ഞാൽ √a/√b ആണെങ്കിൽ √gm/r നമുക്ക് എഴുതാം √gm/√r. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഈ √r മുകളിലോട്ട് കൊണ്ടുവന്നു. അന്നേരം t 2π × √r² × √r/√gm. √r² × √r എന്ന് പറയുന്നത് √r³. അന്നേരം t 2π × √r³ ഇനി ഒറ്റ സ്റ്റെപ്പ്, √a/√b തിരിച്ചെഴുതുക, √a/b. ഉത്തരം കിട്ടി. t 2π × √a/b ആണെങ്കിൽ √r³/g. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നല്ല വൃത്തിയായിട്ട് 1-2 വട്ടം കേട്ടിട്ട് നല്ലപോലെ എഴുതി പിടിക്കണം. ഒരുപാട് വർഷം ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. അന്നേരം അത് തുടങ്ങുമ്പോഴേ ഒരു ഡെഫിനേഷൻ കഴിയണം. ഇറ്റ് ഈസ് ടൈം ടേക്കൺ ബൈ ദി സാറ്റലൈറ്റ് ടു കംപ്ലീറ്റ് വൺസ് അറൗണ്ട് ദി എർത്ത്, റിവോൾവ് വൺസ് അറൗണ്ട് ദി എർത്ത്. എന്നിട്ട് എൻ്റെ ഡെറിവേഷൻ സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിച്ചതാണ്. സിമ്പിൾ. ഓക്കെ, അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്. അടുത്ത ടോപ്പിക്ക് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഗ്രീഷർ പറയുന്നത് എല്ലാം ഇമ്പോർട്ടൻറ്റ് അങ്ങനല്ല. ഇത് ഡെറിവേഷൻ ഒന്നുമില്ല, പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ടോപ്പിക്കാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ പോളാർ സാറ്റലൈറ്റ്സ്. ചിലപ്പോൾ യൂസ് ചോദിച്ചിട്ട് ഏത് സാറ്റലൈറ്റ് ആണെന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കാം. പക്ഷെ അത് നല്ല വൃത്തിയായിട്ട് പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. ജിയോ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവരും ജിയോ, JIO, അത് ജിയോ. നമ്മുടെ മൊബൈൽ അംബാനിയുടെ സാധനം, അത് അംബാനിയുടെ മൊബൈലിന്റെ സംഭവമാണ് ജിയോ. വളരെ ഫേമസ് ആയി. അത് അല്ല ഈ ജിയോ എന്ന് പറയുന്ന അടുത്ത് എന്താണ്? ജിയോ എന്ന് പറഞ്ഞാൽ എർത്ത് എന്നാണ്, ഭൂമി എന്നാണ്. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നാണ്. അന്നേരം ജിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, നമുക്ക് പഠിക്കാം. ജിയോ സ്റ്റേഷൻ സാറ്റലൈറ്റ്സും പോളാർ സാറ്റലൈറ്റ്സും. അത് ഞാൻ പോയിന്റ് ആയിട്ട് പറയണം. എന്നോടൊപ്പം പാട്ട് മത്സരം പോലെ എന്നോടൊപ്പം പഠിക്കാൻ ഇങ്ങനെ തയ്യാറാക്കുക. പോയിന്റ്. ഫസ്റ്റ് വൺ, ജിയോ സ്റ്റേഷൻ സാറ്റലൈറ്റ്സ് എന്ന് എഴുതുക. നോട്ടിനകത്ത് വൃത്തിയായിട്ടുണ്ട്. ദേ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ദി എർത്ത്. എർത്തിനെ വലം വെക്കുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. They are artificial satellites orbiting the Earth. Second point, their angular velocity is same as that of Earth. കാരണം ജിയോ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ പ്രോപ്പർട്ടീസുമായിട്ടൊക്കെ സെയിം ആണ്. ആംഗുലർ വെലോസിറ്റി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എർത്ത്. എർത്തിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് സെയിം ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ആംഗുലർ വെലോസിറ്റി, റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി. തേർഡ് വൺ, വളരെ 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 ഇമ്പോർട്ടൻറ്റ്, their time period is സെയിം ആസ് ദാറ്റ് ഓഫ് എർത്ത്. എത്രയാണ് ടൈം പീരീഡ് എർത്തിന്റെ? 24 hours, 24 മണിക്കൂർ. 24 മണിക്കൂറുണ്ട് കേട്ടോ. അതൊരു 6 മണിക്കൂർ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി, 4. ഓക്കെ, അന്നേരം ടൈം പീരീഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എർത്ത്, ദാറ്റ് ഈസ് 24 hours. ആൻഡ് ഫോർത്ത് വൺ, ദി ഓർബിറ്റ് ഇൻ വിച്ച് ദേ ആർ സ്റ്റേയിങ് ഈസ് കോൾഡ്. ഇതിങ്ങനെ കറങ്ങി ജിയോ സ്റ്റേഷൻ സാറ്റലൈറ്റ് ഇങ്ങനെ ഓർബിറ്റിലൂടെ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഒരു മൈക്രോ നാനോ സെക്കൻഡ് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന്
റെസ്റ്റ് എടുത്താൽ അതിനെ പറഞ്ഞൊരു പേരുണ്ട്, പാർക്കിംഗ് ഓർബിറ്റ്. പാർക്കിംഗ് ഓർബിറ്റ് ഓർ ജിയോസ്റ്റേഷനറി ഓർബിറ്റ്. ഇനിയും വേണമെങ്കിൽ ഒരു പേര് വേണമെങ്കിൽ പറയാം, അതോ പറയും. The orbit in which they are staying is called parking orbit or geostationary orbit or geosynchronous orbit. വേണ്ട, ഓറൈ രണ്ടെണ്ണം പഠിച്ചാൽ മതി, പാർക്കിംഗ് ഓർബിറ്റ് ഓർ ജിയോസ്റ്റേഷണറി ഓർബിറ്റ്. അന്നേരം പെട്ടെന്ന് പട്ടാന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ 4 പോയിന്റ് പറഞ്ഞ് പെട്ടെന്ന് ഇപ്പം തന്നെ പഠിച്ചു. Their artificial satellites orbiting the Earth, their angular velocity is same as that of Earth, their time period is same as that of Earth. The orbit in which they are staying is called parking orbit or geostationary orbit, geosynchronous. ഇത് പറയാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് യൂസ് ഉണ്ട്, രണ്ടെണ്ണമെങ്കിലും ഓർത്തിരിക്കണം. ഒന്ന്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെതർ ഫോർകാസ്റ്റിംഗ്. എന്ത് വെതർ ഫോർകാസ്റ്റിംഗ്? കാലാവസ്ഥ നിരീക്ഷണം ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ഏതാണ്? ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്. കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കുക, പണ്ടത്തെ കൂട്ടുന്നറിയാം, ഇപ്പം ഒരു പരിധി വരെ ഒരു 90% ആക്യുറസി ഉണ്ട്. പണ്ട് ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മഴ പെയ്യത്തില്ല, മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ മഴ പെയ്യും, അങ്ങനെ രീതിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. 2, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നു. ഈ 2 യൂസ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ് 2 യൂസ്? പെട്ടെന്ന്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗിന്റെ സ്പെല്ലിംഗ് എന്തുവാ? FORE ആണ്, ഫോർകാസ്റ്റിംഗ്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. അന്നേരം നമ്മൾ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്സ്. ഓക്കെ, ക്ലിയർ? അടിപൊളി. അടുത്ത കുഞ്ഞൻ ടോപ്പിക്കാണെന്ന് വിചാരിക്കുക, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളാർ സാറ്റലൈറ്റ്സ്. പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, എർത്തിന്റെ മെറിഡിയൻ എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. എർത്തിന്റെ മെറിഡിയന് പാരലായിട്ട് ക്ലോസ് ആയിട്ട് സഞ്ചരിക്കുന്ന സാറ്റലൈറ്റ്സ് ആണ് പോളാർ സാറ്റലൈറ്റ്സ്. ഇത് പാസ് ചെയ്യുന്ന ഇതുവഴിയായിരിക്കാം. ദേ പാസസ് ത്രൂ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അതുകൊണ്ടാണ് പോളാർ സാറ്റലൈറ്റ് എന്ന പേര് തന്നെ വന്നത്. അന്നേരം നോർത്ത് പോളിലൂടെയും സൗത്ത് പോളിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ടൈം പീരീഡ് എന്ന് പറയുന്നത് പോളാർ സാറ്റലൈറ്റിന്റെ 100 മിനിറ്റ് ആണ്. 100 മിനിറ്റ് സെഞ്ചുറി, 100 മിനിറ്റ്സ്. അവേഴ്സ് ഒന്നും വെച്ച് കാഴ്ച കളയല്ലേ മക്കളെ, 100 മിനിറ്റ്സ് ആണ് കേട്ടോ. 100 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 hour 40 minutes. ഇങ്ങനെയും പറയാം. 1 hour എന്ന് പറഞ്ഞാൽ 60 minutes. 60 + 40 100. ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100 മിനിറ്റ്സ് ആണ്. അന്നേരം പോളാർ സാറ്റലൈറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി യൂസ് മറ്റേടത്ത് 2 എണ്ണം പഠിച്ചപ്പം ഒന്നുകൂടെ KTM കിട്ടേക്കാം, 3 എണ്ണം പഠിക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസറായിട്ടൊക്കെ ഉപയോഗിക്കും. ആ പ്രോസസ്സാണ് റിമോട്ട് സെൻസിങ്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട, ആ യൂസ് മാത്രം കയറി പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിമോട്ട് സെൻസിങ്. 2, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെട്രോളജി. ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ എന്തുപയോഗിക്കാം? പോളാർ സാറ്റലൈറ്റ്സ്. 3, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഓഫ് ദി എർത്ത്. എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഭൂമിയുടെ പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ ഏത് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നു? പോളാർ സാറ്റലൈറ്റ്. പെട്ടെന്ന് 3 എണ്ണം പെട്ടെന്ന് എൻ്റെ കൂടെ പറഞ്ഞേ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിമോട്ട് സെൻസിങ്. ഓക്കെ, ക്ലിയർ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെട്രോളജി. ഓക്കെ, തേർഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഓഫ് ദി എർത്ത്. എന്തൊരു എളുപ്പമായിട്ട് ഡെറിവേഷൻ ഒന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് വരുമ്പോൾ എന്തൊരു സുഖം അറിയാം. ഇങ്ങനെ പഠിക്കണം. എന്നിട്ട് ഇതങ്ങോട്ട് നോട്ടോട് അങ്ങോട്ട് വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് നല്ല ക്രീമൊക്കെ അങ്ങോട്ട് തേച്ച് പഠിപ്പിക്കുന്ന പോലെ നല്ല നല്ല വൃത്തിയായിട്ടൊക്കെ പഠിച്ചെടുക്കുക. അപ്പം മറക്കത്തേയില്ല. ഇതും അങ്ങ് എഴുതി പഠിക്കണം. എഴുതി പഠിക്കുന്ന ഒരു ശീലമാണ്. അന്നേരം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്. ഓക്കെ, അന്നേരം അടുത്ത ടോപ്പിക്ക് ചിന്ന ടോപ്പിക്ക്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ +2 ഇലക്ട്രിക് ഫീൽഡ് പഠിക്കും, മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കും. ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്താൽ എളുപ്പമാണ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്ഥലം, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഭൂമിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പ്രസൻസ് ഉള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. വാട്ട് ഈസ് മീൻ ബൈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നൊരു ചോദ്യം ചോദിക്കണം എന്ന് നിർബന്ധമില്ല, അറിഞ്ഞിരിക്കുക. എർത്തിന്റെ ഭൂമിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പ്രസൻസ് ഉള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്? ഇത് അറിഞ്ഞിരിക്കണം. ഇതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് +2 ഉണ്ട്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്.
ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ. ഇത്രേ ഉള്ളൂ. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു യൂണിറ്റ് മാസ്, ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ്, ഇത് ഗ്രാവിറ്റേഷൻ ഫീൽഡാണ്, ഒരു യൂണിറ്റ് മാസ്. ഇതിനെ ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുക്കാതെ ഇങ്ങനെ ഊതിയാൽ അത് മൂവ് ചെയ്യത്തില്ല. യൂണിറ്റ് മാസ് ആണെങ്കിൽ ഒന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അന്നേരം സിമ്പിളായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തു, ഇത് മൂവ് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളി എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിനോട്ട് ലെറ്റർ എഫ് ബൈ എം. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. അന്നേരം ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞു, അത് എന്താണെന്നുള്ള ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രൂഫ് ഉണ്ട്. സിമ്പിൾ ബട്ട് ഹംബിൾ ബട്ട് ഇമ്പോർട്ടന്റ്. ഷോ ദാറ്റ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്, ഷോർട്ട് ആക്കാണ്, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞാൽ ഐയും ജിയും ഈക്വൽ ആണെന്ന് വിളിക്കും. പലവട്ടവും 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഐ ഈസ് ഈക്വൽ ടു ജി എന്ന് പ്രൂവ് ചെയ്യണം. എന്ത് നിസ്സാര സ്റ്റെപ്പ് പ്രൂവ് ചെയ്യാൻ നോക്കിയോ? സിമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതിക്കോട്ടെ. ആദ്യം ഇക്വേഷൻ ഞാൻ എഴുതി, ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സാധനം പഠിച്ചത്, ഇന്റൻസിറ്റി ഓഫ് ഐ ഈസ് ഈക്വൽ എഫ് ബൈ എം. നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലൈൻ അനുസരിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, എഫ് ഈസ് ഈക്വൽ ടു എം ജി. ഫിസിക്കലി എം എക്ക് വരെ ജി എന്ന് കൊടുത്തു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ എഫിന് പകരം ഈ എം ജി അങ്ങോട്ട് കൊടുക്കാമല്ലോ. നിങ്ങൾ നോക്കി, ഐ ഈസ് ഈക്വൽ ടു എഫിന് പകരം എം ജി, അതെ എം ജി ബൈ എം. കിട്ടിപ്പോയി. ഐ ഈസ് ഈക്വൽ ടു, കിട്ടില്ല, ഉത്തരം കിട്ടി. ഐ ഈസ് ഈക്വൽ ടു ജി. നിങ്ങൾ നോക്കി, താണ്ട് കിടക്കും. പ്രൂവ് ദാറ്റ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്ത് സിമ്പിൾ. ഇതാണ് 2 മാർക്കിന് 3 മാർക്കൊക്കെ ചോദിക്കുന്നത്. വിട്ട് കളയരുത്, കയറി പിടിച്ച് പഠിച്ചെടുക്കാം. ഓക്കെ, അന്നേരം അടുത്ത ടോപ്പിക്കിലോട്ട്. അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഡിനോട്ട് ലെറ്റർ ഇ പി. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു ഡെറിവേഷൻ പഠിക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്തുവാകും, അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് പഠിക്കാം ആദ്യം. അന്നേരം എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി? ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമുക്കറിയാം. ഗ്രാവിറ്റേഷനും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു കമ്പൈൻഡ് സംഭവമാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു ഇൻഫിനിറ്റിയിൽ ഒരു മാസ് ഉണ്ട്, ഇൻഫിനിറ്റിയിൽ. അതിനെ നമുക്ക് അടുത്തുള്ളതാണെങ്കിൽ ഫോഴ്സ് കൊടുത്ത് തന്നെ നീക്കാം. ഇൻഫിനിറ്റി ഇരിക്കുന്ന ഒരു സാധനത്തിന് നമ്മുടെ ഇപ്പൊ ഇത് ഞാൻ നിൽക്കുന്ന പോയിന്റ് എ, ഇൻഫിനിറ്റി ഉള്ള പോയിന്റ് ബി എന്ന് വിചാരിക്കും. അന്നേരം ഉദാഹരണം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം, അത് എ. കാസർഗോഡാണ് നമ്മളിരിക്കുന്ന ഒരു യൂണിറ്റ് മാസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ കാസർഗോഡൊന്നും തിരുവനന്തപുരത്തോട്ട് നീങ്ങി വരുമോ? വരത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. എവിടുന്ന് എവിടോട്ട് വർക്ക് ചെയ്യണം? ഇൻഫിനിറ്റിന്ന് വർക്ക് ചെയ്ത് നമ്മൾ യൂണിറ്റ് മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ വർക്ക് ചെയ്ത് ഇൻഫിനിറ്റിന്ന് നമുക്കറിയാവുന്ന പോയിന്റിലോട്ട് കൊണ്ടുവരുന്നതിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷൻ ഫീൽഡിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. അന്നേരം ഇത്രയുള്ള എൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇ പി ഈസ് ഈക്വൽ ടു -gmm/r. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ? ഡെഫിനിഷൻ പഠിക്കുക. ഇ പി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്ത ലെറ്റർ പഠിക്കുക. ഇ പിക്കുള്ള ഇക്വേഷൻ, ഇത് ഡെറിവേഷൻ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡെറിവേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ അടുത്ത ഇത് വെച്ച് കണക്ട് ചെയ്ത ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി എർത്ത് പഠിക്കണം. ഇ പി ഈസ് ഈക്വൽ -gmm/r. അടുത്ത ഡെറിവേഷനിലോട്ട് പോകാം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി എർത്ത് നല്ല അടിപൊളിയായിട്ട് ഡയഗ്രാം ഒക്കെ വെച്ച് നൈസായിട്ട് പഠിക്കും. ഓക്കെ, നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത്. വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ചില നമ്മളങ്ങ് ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കും. ഉദാഹരണം, ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, കെപ്ലറിന്റെ ലോസ്, ഇതൊക്കെ പഠിച്ചു. ഇതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയി. ചോദിച്ചത്
ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് ഇത് മാത്രം പഠിച്ചില്ല, ഇത് മാത്രം ചോദിക്കും. അന്നേരം ഇനി അങ്ങനെ ഒരു മണ്ടത്തരമല്ല, അങ്ങനെ ഒരു മടി കാണിക്കരുത്, എല്ലാം പഠിച്ചു പോകുക. അന്നേരം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് 3 മാർക്കിനും ചോദിക്കാം, 4 മാർക്കിനും ചോദിക്കാം, 3 or 4 മാർക്സ്. ഓക്കെ, ആദ്യം ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് ഡയഗ്രാം ഉണ്ട്, ഞാൻ വൃത്തിയായിട്ട് വരച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നല്ല അടിപൊളി ഐഡിയ വരച്ചിട്ടുണ്ട് അല്ലേ? സർക്കിൾ ഈസി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഈ സർക്കിളിനെ ഒരു സ്ഫിയറിനെ എർത്തായിട്ട് കൺസിഡർ ചെയ്യാം. എർത്തിന്റെ റേഡിയസ് ഗ്രാവിറ്റേഷൻ എപ്പോഴും ക്യാപിറ്റൽ ആർ, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം, ആൻഡ് സെന്റർ O. 2 പോയിന്റ്സ് പുറത്തെടുത്തിട്ടുണ്ട്, എയും ബിയും. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം R1, O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് R2. ഡയഗ്രാം ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വേഷനോട്ട് കിടക്കുന്നത്. അന്നേരം എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. സെന്റർ O എടുത്തു, റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, എർത്തിന്റെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ എം, മാസ് ഓഫ് ദി എർത്ത്. 2 പോയിന്റ്സ് എയും ബിയും പുറത്തെടുത്തു. A വരെയുള്ള ഡിസ്റ്റൻസ് R1, B വരെയുള്ള ഡിസ്റ്റൻസ് R2. പല രീതിയിൽ ഇത് ചെയ്യാം, 3-4 മെത്തേഡിലോ ചെയ്യാം. ഈസി ആയിട്ടൊരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് 100% ഉറപ്പ് നോക്കാം. അന്നേരം നമ്മൾ മുമ്പേ പഠിച്ചില്ലേ EP ഉള്ള ഒരു ജനറൽ ഇക്വേഷൻ എന്തുവായിരുന്നു? EP = -GMM/R, ജനറൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എയുടെ അവിടുത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എയുടെ അവിടുത്തെ ഡിസ്റ്റൻസ് R1 അല്ലേ? അങ്ങനെയാണെങ്കിൽ എയുടെ അവിടുത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് EP = -GMM/R1, ഡിസ്റ്റൻസ് R1 ആവും. അങ്ങനെയാണെങ്കിൽ ബിയുടെ അവിടുത്തെ എന്തുവാ? EP = -GMM/R2. കണ്ടോ? 2 ഇക്വേഷൻ. ഇവൻ 2 നമുക്ക് വളരെ ആവശ്യമാണ്. അടുത്ത സ്റ്റെപ്പ് വളരെ ശ്രദ്ധിക്കണം, ചേഞ്ച് ഇൻ EP. ആ EP തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുക്കാൻ പോവാണ്. അന്നേരം ഇൻഫിനിറ്റിയിലുള്ളതാണെന്ന് വിചാരിക്കുക ബി, അത് ഇവിടെ നിന്ന് ഇത് കുറയ്ക്കണം, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ്. അന്നേരം -GMM/R2. ചേഞ്ച് വരുമ്പോൾ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വരും, പിന്നെ ഈ മൈനസ് വരും, മൈനസും എന്താവും? പ്ലസ് ആവും. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വന്നേ. -GMM/R2 + GMM/R. അടുത്ത സ്റ്റെപ്പ് ചേഞ്ച് ഇൻ EP അല്ലെങ്കിൽ EP = നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതിയാൽ മതി, എല്ലാം നമുക്ക് പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ മതി. പോസിറ്റീവ് ആയിട്ടുള്ള GMM/R1 വരുന്നുണ്ട്, GMM/R1 -GMM/R2. ഇത് തിരിച്ചങ്ങ് എഴുതി, പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതി GMM/R1 -GMM/R2. ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആയി ഇവിടെ വരെ. ഓക്കെ, അടുത്തോട്ട് ഞാൻ പോകാമല്ലോ. ഇവിടെ ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് നമുക്ക് പറയാം GMM എടുക്കാം. അന്നേരം EP = GMM × 1/R1 - 1/R2. ഇത്രയും ക്ലിയർ. അങ്ങോട്ട് എഴുതി പഠിച്ചാൽ എന്ത് രസമാണ്. 1, 2, 3, 4, 5 സ്റ്റെപ്പ്. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുവാണ്. സ്മോൾ R1 വരെ ക്യാപിറ്റൽ R, റേഡിയസ് ഓഫ് ദി എർത്ത്. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. R2 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടുതലാണ്, R+H എന്ന് എടുത്തു. R2 = R+H. R1 പകരം ക്യാപിറ്റൽ R-ഉം R2 പകരം R+H. അങ്ങനെയാണെങ്കിൽ ഈ R1 പകരം ക്യാപിറ്റൽ R കൊടുക്കാം, ഇതിന് R2 പകരം R+H കൊടുക്കും. സിമ്പിൾ ആയിട്ട് EP = GMM × 1/R - 1/R+H. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ EP = GMM × ഇവിടെ നിന്ന് എടുക്കാം R × R+H. എന്നിട്ട് മണ്ടയ്ക്ക് വരുമ്പോൾ R × R+H ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്താൽ മണ്ടയ്ക്ക് R+H - R. ആറും ദണ്ടി -R വെട്ടിക്കളിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് R-ഉം -R-ഉം വെട്ടിപ്പോയി അല്ലേ? അന്നേരം ബാക്കി എന്താ വരും? GMM × H കൂടെ വരുമല്ലോ. EP = GMM/H/R × R+H. ഓക്കെ വാ, ഇത്രയും. ഇനി അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, റേഡിയസ് ഓഫ് ദി എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ H എന്ന് പറയുന്നത് വളരെ വളരെ നെഗ്ലിജിബിൾ ആവും. റേഡിയസ് ഓഫ് ദി എർത്തുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലാതെ ഇത് ഇവിടെ H ഉണ്ട്, ഇവിടെ H ഉണ്ട്. റേഡിയസ് എർത്തിന്റെ റേഡിയസായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ H എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആകുമ്പോൾ ആ റേഡിയസുമായിട്ട് കിടക്കുന്ന H അവിടെ നമുക്ക് 0 എന്ന് കൊടുക്കാം. അടുത്ത നോക്കി GMM/H, ഇവിടെ 0 കൊടുത്താൽ മൊത്തം 0 ആയി, പിന്നെ നമ്മൾ ഇത്രയും ചെയ്തതിന്റെ കാര്യമില്ല. GMM/H/R × R+0. R+0 ഇവിടെ H-ന് 0 എന്ന് കൊടുത്തു അല്ലേ? H-ന് 0 എന്ന് കൊടുത്തു. അന്നേരം GMM/R × R+0 എന്ന് പറഞ്ഞാൽ R × R എന്ന് പറഞ്ഞാൽ R². അന്നേരം EP = GMM/H/R². ഇത്രയും. ഇത് വായിച്ചു പഠിച്ചാൽ ഇത് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ട് കേൾക്കുമ്പം തന്നെ, ഇത് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? 1, 2, 3, 4, 5 വട്ടം എഴുതിയങ്ങ് പഠിച്ചേക്കണം. നമുക്ക് മാർക്ക് പിടിച്ചെടുക്കണം. ഓക്കെ,
അന്നേരം അടുത്ത ടോപ്പിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എസ്കേപ്പ് വെലോസിറ്റി. ഇങ്ങനെ കഴിഞ്ഞ വർഷം ചോദിച്ചെന്ന് തോന്നുന്നു. എസ്കേപ്പ് വെലോസിറ്റി ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പറയാം. അന്നേരം ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഡെറിവേഷൻ പഠിക്കാം. എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ. അടുത്തത് എസ്കേപ്പ് വെലോസിറ്റി. എനിക്കത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ് എന്നാണ്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഇംപ്രൂവ്മെന്റ് ഒക്കെ ചോദിച്ചതാണ്. എസ്കേപ്പ് വെലോസിറ്റി ഒരുപാട് വർഷം ചോദിച്ചേക്കുന്ന 100% ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എസ്കേപ്പ് വെലോസിറ്റി. ഡിനോമിനേറ്റർ VE. E എന്ന് പറയുന്ന എസ്കേപ്പിന്റെ E. V എസ്കേപ്പ് വെലോസിറ്റി. വെലോസിറ്റി VE എസ്കേപ്പ് വെലോസിറ്റി. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് നോക്കട്ടെ. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിക്ക് പറയുന്ന മറ്റൊരു പേര് മറന്നു, ചിലർ പറഞ്ഞു ഓർബിറ്റൽ വെലോസിറ്റി. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി പറയുന്ന പേര് എസ്കേപ്പ് വെലോസിറ്റി. ഇങ്ങനെയൊക്കെ പരീക്ഷ ചോദിക്കും. വൈ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി ഈസ് കോൾഡ് എസ്കേപ്പ് വെലോസിറ്റി. ഒരു പ്രൂഫായിട്ട് എഴുതി കാണിക്കണം. അതൊക്കെ പറഞ്ഞുതരാം. എന്താണ് ഈ എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് ചെയ്തു പോകുന്ന വെലോസിറ്റി. ഒരു കല്ലെടുത്ത് നമ്മൾ ഭയങ്കര ഉയരത്തിലോട്ട് എറിയുന്നു, ആ കല്ല് തിരിച്ചു വരുന്നില്ല, അത് എസ്കേപ്പ് ചെയ്തു പോയി. ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്നൊക്കെ പുറത്തോട്ട് പോയി. ആ പുറത്ത് പോകാൻ എടുക്കുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാം? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് ദി ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് മേ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദി എർത്ത്. The minimum velocity with which a body must be projected so that it may escape from the gravitational field of the earth. Gravitational field il ninnu escape cheyan edukkunna minimum velocity parayna perana escape velocity. It is also called second cosmic velocity. ini വളരെ important ആയിട്ട് കാര്യമാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. escape velocity is also called second cosmic velocity. The escape velocity from the earth surface. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. escape velocity from the earth surface എന്ന് പറയുന്നത് 11.2 km/s. ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ തരുമ്പോൾ ഉറപ്പായിട്ട് ഇതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം, തരണമെന്നില്ല. escape velocity from the earth surface. എർത്തിന്റെ എല്ലാ പ്ലാനറ്റിന്റെ escape velocity ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. ജൂപ്പിറ്ററിന് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നമുക്ക് സാറ്റേണിന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒക്കെ ജീവിക്കാൻ നമുക്ക്. escape velocity from the earth surface എന്നുള്ള ഇക്വേഷൻ 11.2 km/s. അത് നന്നായിട്ട് കൊടുത്തിരിക്കും. എന്താണ് escape velocity? സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി ഫ്രം ദി എർത്ത് സർഫസ് 11.2 km/s. ഓക്കെ. ടിങ് ടിങ്. അടുത്തത് എക്സ്പ്രഷൻ ഫോർ escape velocity. എളുപ്പം പഠിക്കാം. നോക്കിക്കോണം. കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ. കൈനറ്റിക് എനർജിക്കുള്ള സാധാരണ ഇക്വേഷൻ എന്തോ ഹാഫ് mv². ഇവിടെ ഹാഫ് m escape velocity ആയതുകൊണ്ട് VE എന്ന് എഴുതി, VE². ഇത് ക്ലിയർ ആയല്ലോ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. -gm/r² ഉണ്ട്, -gm/r ഉണ്ട്. അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ സിലബസിൽ ഇതിനു വേണ്ടി ഒന്ന് ഓർത്തിരുന്നാൽ മതി. പൊട്ടൻഷ്യൽ -gm/R, where r is the radius of the earth. escape velocity of the earth ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പൊട്ടൻഷ്യൽ -gm/r. ഈ രണ്ട് ഇക്വേഷൻ മാത്രം ഇതിനകത്തൊന്ന് ശരിക്കും ഒന്ന് ഓർത്തിരുന്നാൽ മതി. പെട്ടെന്ന് പറഞ്ഞ് കൈനറ്റിക് എനർജി ½ mv², പൊട്ടൻഷ്യൽ എനർജി -gm/R. ഓക്കെ. ഇനി ടോട്ടൽ എനർജി, രണ്ട് എനർജി കൂടെ അങ്ങ് കൂട്ടുന്നു. ½ mv² പ്ലസ് മൈനസ് വരും -gm/R. ഇനി വേണമെങ്കിൽ ഒരു കണ്ടീഷൻ പറയാം. അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണ്, നമുക്ക് 0 ആയിട്ട് എടുക്കാം. നമ്മൾ ഇതും ഒരു 3-4 മെത്തേഡ് ചെയ്യാം. ഒരു എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുകയാണ് ½ mv² -gm/R is equal to 0. രണ്ട് എനർജിയും 0 നമ്മൾ ഇതാകുന്നു, കോൺസ്റ്റന്റ് ആണ്. ½ mv² is equal to കൊച്ചുപിള്ളേരോട്ട് എഴുതുന്നു 0 plus gm/R. ½ mv² is equal to gm/R. ഒരു സ്മോൾ എമ്മും വെട്ടിപ്പോയി. v² is equal to 2gm/R. a² is equal to b ആണെങ്കിൽ a is equal to √b. അങ്ങനെയാണെങ്കിൽ v² is equal to 2gm/R ആണെങ്കിൽ v is equal to √2gm/R. ഇതാണ് എക്സ്പ്രഷൻ ഫോർ escape velocity. വളരെ 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 ഇമ്പോർട്ടൻറ്റ്. 1 2 3 4 5 6 7 8 സ്റ്റെപ്പ് അങ്ങോട്ട് എഴുതി പഠിക്കണം. ഇതൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ വളരെ 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 എളുപ്പമാണ്. സിമ്പിളായിട്ട് പഠിക്കാവുന്ന എക്സ്പ്രഷനാണ് എക്സ്പ്രഷൻ ഫോർ escape velocity. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വൈ escape velocity ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി.
അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. V is equal to root of, ശരിക്കും ശ്രദ്ധിച്ചോണം, root of 2gm/r. ഓപ്പറേഷൻ സ്റ്റാർട്ടഡ്. നമ്മുടെ മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഇക്വേഷൻ ഞാൻ ആദ്യം ഗ്രാവിറ്റേഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് G is equal to gm/r². അതിൽ നിന്ന് gm is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ r²g അല്ലേ. എന്നിട്ട് ഈ ജി എമ്മിന്റെ സ്ഥാനത്തോട്ട് ഈ ജി എമ്മിന്റെ സ്ഥാനത്തോട്ട് നമുക്ക് r²g കൊടുക്കാമല്ലോ. ഒരു ഇക്വേഷൻ എന്ത് വരും? V is equal to root of 2 ജി എമ്മിന്റെ സ്ഥാനത്തോട്ട് r²g/r. ഒരാറും വെട്ടിപ്പോയി. V is equal to root of 2rg. കഴിയും. ഞാൻ ആദ്യം പറഞ്ഞു V is equal to root of rg വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. V is equal to root of 2rg എന്ന് പറയുന്നത് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, why SK velocity is called second cosmic velocity? നിങ്ങൾ ഇവിടെ മുതൽ എഴുതണം. V is equal to root of 2gm/r. G is equal to gm/r². അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു gm is equal to r²g. V is equal to root of 2 into gm ന് ഒരു r²g/r. r ഓർമ്മ കിട്ടിപ്പോയി. V is equal to root of 2rg. Therefore, SK velocity is called second cosmic velocity. Clear? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാം ഒരു 90% ചെറിയ ചെറിയ ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ആണ്. ഗ്രാവിറ്റേഷൻ്റെ ഫസ്റ്റ് പാർട്ട് തുടങ്ങിയതും വളരെ ശ്രദ്ധിക്കണം. ഗ്രാവിറ്റേഷൻ്റെ ഫസ്റ്റ് പാർട്ട് തുടങ്ങിയത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഓൾട്ടിറ്റ്യൂഡ്, ഡെപ്ത്, മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി എർത്ത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇതിനി ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പോർഷൻ തീർക്കുക. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്ത് തീർക്കുക. ഇനി നമ്മൾ പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. കെപ്ലറിന്റെ ലോസ്, കെപ്ലറിന്റെ 3 ലോസ് നിങ്ങൾക്കറിയാം. 3 ലോ. അതിന്റെ 2 ലോയ്ക്ക്, ഒരു ലോയ്ക്ക് പ്രൂഫ് ഇല്ല, ഫസ്റ്റ് ലോയ്ക്ക് പ്രൂഫ് ഇല്ല, സെക്കൻഡ് ലോയ്ക്കും തേർഡ് ലോയ്ക്കും പ്രൂഫ് ഉണ്ട്. പ്രൂഫ് പഠിക്കണം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് കൂടെ എടുത്തു തീർന്നു. 1 അരമണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഈ അരമണിക്കൂർ ഞാൻ ഇപ്പോൾ എടുത്താൽ ഇതൊരു 1.25 മണിക്കൂറിന്റെ ക്ലാസ് ആവും. അടുത്ത ദിവസത്തേക്ക് മതി. പാർട്ട് 3 കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഗ്രാവിറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ട് 10ാമത്തെ യൂണിറ്റിലേക്ക് പോകും. പിന്നെ നമുക്ക് 3 യൂണിറ്റേ ഉള്ളൂ പഠിക്കാൻ. ഒന്ന് വർക്ക് എനർജി പവർ, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ ചെറിയ 3 ചാപ്റ്റർ ചേർത്ത് ഞാൻ പഠിപ്പിക്കും. വരാം. പിന്നെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ഇതെല്ലാം നമുക്ക് നൈസായിട്ട്, ഇതെല്ലാം ഞാൻ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. നന്നായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ 10,000 ഇരട്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് മേടിക്കുമ്പോൾ നമ്മൾ ലൈവിൽ വീണ്ടും വരും. നിങ്ങൾക്ക് വളരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ സ്വർണ്ണം ഒന്നും മേടിച്ചാൽ പൈസ സ്വർണ്ണത്തിന് ഭയങ്കര വിലയാണ്. അത് സ്വർണ്ണം എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. അന്നേരം വളരെ ചെറിയൊരു അധ്യാപനം എന്നുള്ള രീതിയിലുള്ള സർപ്രൈസുകളെല്ലാം നിങ്ങൾക്ക് അന്നേരവും നൽകും, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം. കാരണം നിങ്ങളാണ് എപ്പോഴും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം ഈ രീതിയിൽ എന്നെ ടേക്ക് ഓഫ് ചെയ്തത് നിങ്ങളാണ്. ഒരു ആലപ്പുഴ ജില്ലയിൽ നിന്ന് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും, കേരളത്തിന് അത്യാവശ്യം പുറത്തോട്ടും ഒക്കെ എത്തിച്ചത് നിങ്ങളാണ്. അത് ഞാൻ മറന്നുകൊണ്ട് ചെയ്താൽ അത് ലഘുത്വമില്ലായ്മയായി പോകുന്ന പോലെ, ശിക്ഷയില്ലായ്മയായി പോകും. ഞാനത് ചെയ്യത്തില്ല. ഓക്കെ, അന്നേരം എൻജോയ് ചെയ്ത് പഠിക്കുക. എൻജോയ് ചെയ്ത് വൃത്തിയായിട്ട്, ടെൻഷൻ ഒന്നും വേണ്ട, വൃത്തിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും, ഉറപ്പാണ്, സംശയം വേണ്ട. അന്നേരം ഇന്നത്തെ ക്ലാസ് നടത്തുന്നു. ഇനി പാർട്ട് 3, ബാഹുബലി 3 പോലെ പാർട്ട് 3 ഗ്രാവിറ്റേഷൻ 3യിൽ കാണാം. നല്ല ഈസി ആയിട്ട് നൈസായിട്ട് നിങ്ങൾക്ക് തീർക്കാം. ഓക്കെ, ബൈ, സീ യു. ഓക്കെ, വാ.